കാസർഗോഡ് ജില്ലയുടെ 26ാമത് കലക്ടറായെത്തിയ അർജുൻ പാണ്ഡ്യൻ IAS ശ്രദ്ധേയമായ രീതികളും ഇടപെടലുകളുമായി ഇവിടെയും ജനമനം കീഴടക്കുന്നു. അധികാരത്തിന്റെ ഭാരം അറിയിക്കാതെ തങ്ങളിലേക്കെത്തുന്ന പ്രിയ കലക്ടറെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് ഊരിലെയും ഉന്നതികളിലെയും ആളുകൾ. ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കാൻ പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് വ്യക്തമാക്കി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഇങ്ങനെയൊരു വാർത്ത പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്നപ്പോൾ കേരളത്തിൽ എല്ലാവരുടെയും കണ്ണും കാതും ഒരു പേരിലേക്കായിരുന്നു. ആ പേര് പിന്നീട് ചർച്ചയായതും നമ്മൾ കണ്ടു. അർജുൻ പാണ്ഡ്യൻ IAS, കാസർഗോഡിന്റെ സ്വന്തം ജില്ലാ കളക്ടർ. കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ 274.69 ഏക്കർ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴാണ് സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിലും ഒരുപോലെ ഈ പേര് തിരഞ്ഞത്. ആരാണിദ്ദേഹം? ഈ ചുള്ളം കളക്ടർ കൊള്ളാമല്ലോ, പുതിയ കളക്ടർ ബോയാണോ എന്നൊക്കെയുള്ള കമന്റുകളുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും എത്തിയത്. ഇതൊക്കെ കണ്ടപ്പോഴാണ് കാസർഗോഡ് വിഷന്റെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ജില്ലാ കളക്ടറുടെ ജീവിത വഴികൾ ഒന്ന് നോക്കാമെന്ന് കരുതിയത്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കളക്ടർ ബ്രോ കുട്ടി ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ജില്ലാ ആസ്ഥാനത്തു നിന്നും നമ്മുടെ സ്വന്തം ബേക്കൽ കോട്ടയിലേക്ക് നാട്ടുകാരെയും കൂട്ടി ഒരു മാരത്തോൺ നടത്തുന്നു. മറ്റൊരു ദിവസം ജില്ലാ ആസ്ഥാനത്തു നിന്നും 60 കിലോമീറ്റർ ദൂരെയുള്ള ദേലമ്പാടി പഞ്ചായത്തിലെ കണ്ണങ്കോൽ ഊര് സന്ദർശിക്കുന്നു. ഒരു ദിവസം ഡ്രോണും കൊണ്ട് മലമുകളിൽ നിൽക്കുന്നു. അതിരാവിലെ വനത്തിന് നടുവിലൂടെ ഓടുന്ന കളക്ടർ മറ്റൊരു ദിവസം കണ്ണങ്കോൽ ഊരിലെ കുട്ടികളോടൊപ്പം സൈക്കിളിൽ യാത്ര ചെയ്യുന്നു. ഫുട്ബോൾ കളിക്കുന്ന ജില്ലാ ഭരണാധികാരി, മഴക്കാലത്ത് കുട്ടികൾക്ക് അവധി നൽകാനും അവധി നൽകാത്തപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന കളക്ടർ ബ്രോ. മറ്റൊരു ദിവസം പെരിയയിലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ബ്ലോക്കുകളിൽ സന്ദർശനം നടത്തുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ കോട്ടും സ്യൂട്ടുമിട്ട് സല്യൂട്ട് നൽകുന്ന കളക്ടർ. ഒടുവിലിതാ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഓണാഘോഷം കെങ്കേമമാക്കാൻ മുന്നിൽ നിന്ന് കമ്പ വലിക്കുന്ന കളക്ടർ. ഇങ്ങനെ രാവും പകലുമില്ലാതെ മഴയത്തും വെയിലത്തും കാസർഗോഡിന്റെ മുക്കിലും മൂലയിലും അർജുൻ പാണ്ഡ്യൻ IASനെ കാസർഗോഡുകാർക്ക് കാണാം. അർജുൻ പാണ്ഡ്യൻ IAS കാസർഗോഡ് ജില്ലയുടെ 26ാമത് കളക്ടറായാണ് ജില്ലയിലെത്തുന്നത്. തൃശ്ശൂരിലെ മികച്ച സേവനത്തിന് ശേഷമാണ് കോട്ടകളുടെ നാടായ കാസർഗോഡേക്ക് അദ്ദേഹം എത്തുന്നത്. നമ്മുടെ കാസർഗോഡേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അർജുൻ സംസ്ഥാന സർക്കാരിന്റെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. വിവിധ തസ്തികകളിലായി 8ാമത്തെ ജില്ലയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ ജില്ലാ കളക്ടറായിരുന്നപ്പോഴാണ് അർജുൻ പാണ്ഡ്യനെ കാസർഗോഡിന്റെ പുതിയ കളക്ടറായി നിയമിക്കുന്നത്. ഏലം കർഷകൻ C പാണ്ഡ്യന്റെയും അങ്കണവാടി അധ്യാപിക ഉഷയുടെയും മകനാണ് അർജുൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് തോട്ടം ജോലികൾക്കായി കേരളത്തിലെ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയവരാണ് പൂർവികർ. ഇടുക്കി ഹൈറേഞ്ചിലെ ഒരു ലയത്തിൽ നിന്നായിരുന്നു ജീവിതം തുടങ്ങിയത്. തേയിലത്തോട്ടങ്ങൾ അതിരിട്ട കാവക്കുളത്ത് വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ പീരുമേട്ടിലെ സ്കൂളിലെത്തിയായിരുന്നു അർജുന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. പീരുമേട്ടിലെയും കിളിമാനൂരിലെയും സ്കൂളിലായിരുന്നു പഠനം. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ അർജുൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും അവധി ദിവസങ്ങളിൽ തേയിലച്ചാക്ക് ചുമന്നും പണം കണ്ടെത്തി. കൊല്ലത്തെ TKM എഞ്ചിനീയറിംഗ് കോളേജിലെ BTech പഠനത്തിനിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് എത്തി. TCSൽ ജോലി കിട്ടിയെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി നേരിട്ട് എന്തെങ്കിലും ചെയ്യാനാകുന്ന കരിയർ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു അർജുന്റെ ആഗ്രഹം. ജോലി തുടരുന്നതിനിടെയാണ് സിവിൽ സർവീസ് ഒരു ആഗ്രഹമായി മുളപൊട്ടുന്നത്. 2014 TCSൽ നിന്ന് രാജിവെച്ച് മുഴുവൻ സമയവും പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജോലി രാജിവെച്ച് IAS പരിശീലനത്തിന് പോകാനുള്ള ധൈര്യമില്ലാതിരുന്ന അർജുന് പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്നത് മാതാപിതാക്കളായിരുന്നു. ആദ്യത്തെ 3 മാസം അവധിയെടുത്തായിരുന്നു തിരുവനന്തപുരത്തെ പഠനം. കുറഞ്ഞ വാടകയ്ക്കുള്ള ഒരു വീടിന്റെ ഉപയോഗിക്കാത്ത അടുക്കള മുറിയിലിരുന്ന് പഠിച്ച് ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷയിൽ തന്നെ പാസ്സായി. പക്ഷേ മെയിൻ പരീക്ഷയിൽ വിജയിച്ചില്ല. വീണ്ടും എഴുതി. താമസം അപ്പോഴും പഴയ അടുക്കള മുറിയിലായിരുന്നു. 2016 248ാം റാങ്ക് നേടി 2017 ബാച്ചിലെ IASകാരനായി. IAS കിട്ടി ഡൽഹിക്ക് പോകുമ്പോഴാണ് ആദ്യമായി വിമാനത്തിൽ കയറുന്നത്. ബസ് കയറാൻ 5 കിലോമീറ്റർ നടക്കേണ്ടിയിരുന്ന ഹൈറേഞ്ചുകാരന് വിമാനയാത്ര അത്ഭുതമായിരുന്നു. സ്കൂൾ തലത്തിലൊന്നും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാതിരുന്ന അർജുൻ പാണ്ഡ്യൻ മസൂറിയിലെ സിവിൽ സർവീസ് പരിശീലന കാലത്ത് നല്ലൊരു കായിക താരവുമായി. പരിശീലന കാലത്തെ സ്പോർട്സ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യനുമായിരുന്നു. സിവിൽ സർവീസിനോട് പെട്ടെന്ന് തോന്നിയ ആഗ്രഹവും കഠിനാധ്വാനവും അദ്ദേഹത്തെ ഇടുക്കി ഹൈറേഞ്ചിൽ നിന്നുള്ള ആദ്യത്തെ IASകാരനാക്കി. 2019 ഒറ്റപ്പാലം സബ് കളക്ടറായി ചുമതലയേറ്റു. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്പെഷ്യൽ ഓഫീസർ പദവിയുമുണ്ടായിരുന്നു.
ജില്ലാ വികസന കമ്മീഷണറായി. മാനന്തവാടി സബ് കളക്ടറായിരിക്കെയാണ് സ്വന്തം ജില്ലയിൽ തന്നെ വികസന കമ്മീഷണറായി ചുമതല ഏറ്റെടുക്കാനുള്ള അവസരം അർജുൻ പാണ്ഡ്യന് ലഭിക്കുന്നത്. അട്ടപ്പാടി നോഡൽ ഓഫീസറായിരുന്നു. കോടതിയുടെ കെട്ടുപാടിൽ കിടന്ന ഒറ്റപ്പാലത്തെ ഓപ്പറേഷൻ അനന്ത പൊടിതട്ടിയെടുത്തു. സ്റ്റേ ഉത്തരവ് നിലനിൽക്കുന്നതിനിടെ മിന്നൽ നടപടിയിൽ ഒരു കയ്യേറ്റം കൂടി ഒഴിപ്പിച്ചു. അതിന് കോടതിയുടെ ശകാരം കേട്ടെങ്കിലും കയ്യേറ്റം ഒഴിപ്പിച്ചെടുക്കുക തന്നെ ചെയ്തു. അട്ടപ്പാടി മഞ്ചക്കണ്ടിൽ മാവോവാദികൾ വെടിയേറ്റു മരിച്ച ദിവസം ഇൻക്വസ്റ്റിന് പോയ സംഘത്തിനു നേരെ വെടിവെപ്പുണ്ടായി. അന്ന് ഉദ്യോഗസ്ഥ സംഘത്തിൽ അർജുൻ പാണ്ഡ്യനുമുണ്ടായിരുന്നു. അട്ടപ്പാടിയിൽ മലമടക്കുകൾ നടന്നുകയറി 50 ഊരുകൾ സന്ദർശിച്ച മറ്റൊരു സബ് കളക്ടർ ഇന്ന് കേരള ചരിത്രത്തിലില്ല. വികസന പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പം അവരെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കാനാണ് അർജുൻ പാണ്ഡ്യന് ഇഷ്ടം. മലയാറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ PR അനുവാണ് ഭാര്യ. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.